പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. 3:45 ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അനുസ്മരണം പറയുന്നവരൊക്കെയും ആ രീതിയിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കിഴക്കുമുത്തൂർ അസംബ്ലി എൽഡർ ബ്രദർ കുരുവിള ജോൺ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. പ്രിയ മാതാവിന്റെ
അടക്ക ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമനത്തെയും സൃഷ്ടിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരുന്നു. മർത്തനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കും. മനുഷ്യപുത്രന്മാരെ തിരിച്ചു വരിയിൽ നിന്ന് അരുളി ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് മീതെ ഉള്ളതുകൊണ്ട് ഹൃദയ കണ്ണുകൊണ്ട് ആ തിരുമുഖം കണ്ട് ഇവിടെ അല്പസമയം ഇരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ധാരാളമായ കൃപകൾ തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാവ് ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് കർത്താവിനെ രക്ഷനായി സ്വീകരിച്ച് ദൈവമകളായി തീർന്നു. കുടുംബശ്രീയായി, മക്കളായി, കൊച്ചുമക്കളായി, അവരുടെ മക്കളായി ഏതാണ്ട് ജീവിതത്തിന്റെ ഇടിവിലത്തെ രംഗങ്ങളിലേക്ക് കടന്ന നാളുകളെയൊക്കെ കുറെ എളിയവന് ഓർക്കുന്നുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ശാരീരികമായ നിലയിൽ ഉണ്ടായിരുന്നു എന്ന് വരികിലും അത് അത്രമാത്രം പരിഗണിക്കാതെ കണ്ട് ഈ പ്രിയ മാതാവ് ഈ ഭവനത്തിൽ മക്കളോടുകൂടെ ജീവിച്ച കാലങ്ങൾ ഓർക്കാനിടയായിട്ടുണ്ട്. ഒടുവിലായിട്ട് വന്നപ്പോൾ അല്പ ശാരീരികമായ ബുദ്ധിമുട്ടുകളോടുകൂടെ ഈ ഭവനത്തിൽ ഇരുന്നു എങ്കിലും അവിടുന്ന് പ്രത്യാശ കൊടുത്തതുകൊണ്ട് ആരോഗ്യവും ബലവും നൽകിയതുകൊണ്ട് ഈ 101 വയസ്സുവരെ ഈ ഭവനത്തിൽ മക്കളോടുകൂടെ കഴിയുവാൻ അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടുന്ന് കൂടെ ഇരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തതുപോലെ തിരുശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുപോയിരുന്നു. എന്നാൽ ഈ ഒടുവിലത്തെ കണ്ണിയായിരിക്കുന്ന കൊച്ചമ്മയാണ് ഏറ്റവും ഒടുവിലായി തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ആ ഡെഡ് ബോഡിയുടെ മുമ്പിലാണ് അളിയങ്ങളിവിടെ ആയിരിക്കുന്നത്. മരണദുഃഖം, വേർപാടിന്റെ ദുഃഖമെന്ന് പറയുന്ന ഏറെ ഉള്ളതാണ്. എങ്കിലും വിശ്വാസികളായി ഇവർക്കൊരു പ്രത്യാശ, ഇതിന് ഈ ലോകത്തിലെ മരണം അല്ലെങ്കിൽ വിടപറച്ചൽ, വിടുതൽ കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലം ഉണ്ട് എന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് ആരും സങ്കടപ്പെടുന്നില്ല. എന്നാൽ സങ്കടമുണ്ട്, വേദനയുണ്ട്. ഇതെല്ലാം അടക്കിക്കൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കൾ പലരും വിദേശങ്ങളിൽ നിന്നും സമീപത്തു നിന്നും ചുറ്റുപാടിൽ നിന്നും ഒക്കെയും കടന്നു വന്നിട്ടുണ്ട്. ക്ഷേമത്തോടുകൂടെ കടന്നു വരുവാൻ അവിടുന്ന് കൃപ കൊടുത്തു. ഇന്നും മാതാവിന്റെ അരികെ ആയിരിക്കുകയാണ്. ഒടുവിലത്തെ ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ അവർക്കൊക്കെ വരാനുള്ള ധാരാളമായ അനുകൂല സാഹചര്യങ്ങൾ ഒക്കെയും നൽകിയതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. ശുശ്രൂഷിക്കുന്ന പ്രിയ സഹോദരനെ കൈകളിൽ വരമേൽപ്പിക്കുന്നു. വായനാ ശുശ്രൂഷകൾ തുടർന്നും അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപകൾ നൽകി കരുണ കാണിച്ച് സഹായിക്കണമേ. ഞങ്ങളിലുള്ളതായിരിക്കുന്ന പോരായ്മകളും കുറവുകളും ഒക്കെ പുത്രനെ ഓർത്ത് അടിയങ്ങളോട് ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ധന്യമായ ഒരു ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് നാം എല്ലാവരും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. 101 വയസ്സുവരെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു കാര്യമാണ്. അതും ദൈവത്തോട് പറ്റിച്ചേർന്ന് പ്രത്യാശയോടുകൂടെ കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. പ്രിയമ്മച്ചി 101 വർഷക്കാലം ജീവിച്ചു. ജീവിതത്തിന്റെ ദുഃഖവും മധുരവും ഒക്കെയും വേണ്ടവണ്ണം അനുഭവിച്ചു. ദീർഘായുസിനാൽ
തൃപ്തി വന്നു. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കണ്ട് സന്തോഷിപ്പാനും ഇടവന്നു. ആ രീതിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 6 മണിക്കടുത്ത് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി പറന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അല്പമായ ശാരീരിക ക്ലേശവും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ ഇനിയധികം ശരീരത്തിൽ ക്ലേശിക്കുവാൻ ഇടയാകരുത് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നത്. വേർപാട് ദുഃഖമാണെങ്കിലും അമ്മച്ചി കൂടുതൽ കഷ്ടപ്പെടുന്നത് കാണുവാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു. ശുശ്രൂഷിപ്പാൻ ശരീരത്തിന്റെ ബലഹീനതയിലാണെങ്കിലും കുഞ്ഞുമോനും ചിന്നമ്മ സഹോദരിക്കൊക്കെയും ദൈവം കൃപ കൊടുത്തു. പൽസമയം ബാവുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് സൗകര്യം പോലെ വരികയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുവാനും ദൈവം ഇട നൽകി. അതൊക്കെ ഓർക്കുമ്പോൾ അമ്മച്ചി വളരെ ഭാഗ്യവതിയായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ദീർഘായുസ്സിനാൽ തൃപ്തി വന്ന അമ്മച്ചി രക്ഷയുടെ പൂർണ്ണത കാണുവാൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ സമയം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് പ്രിയപ്പെട്ടവർ പാടും. നമുക്കെല്ലാവർക്കും അത് ചേർന്ന് പാടാം. പിന്നീട് അനുസ്മരണത്തിന്റെ സമയമാണ്. അതായത് സമയത്ത് ഞാൻ പേരുകൾ അറിയിച്ചുകൊള്ളാം. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ശോഭയുള്ളൊരു കാണാമേ ദൂരവേ ശ്വാസത്താൽ താരൻ വാസം നാമോക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമാ ആത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗതാതനോടെ സ്നേഹദാനത്തിനു നാൾക്കുനാൾ വീഴ്ചയല്ലേ താരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഇനിയും അനുസ്മരണത്തിനുള്ള സമയമാണ്. അനുസ്മരണം പറയുന്നവര്
3 മിനിറ്റ് കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞാൻ ആദ്യത്തെ 3-4 പേരുകൾ ഇവിടെ വായിക്കാം. തയ്യാറായിട്ടിരിക്കുവാൻ അത് സഹായമായിരിക്കുമല്ലോ. ബ്രദർ ഇട്ടിച്ചെറി നൈനാൻ, അനിൽ തോമസ്, തോമസ് ജോൺസൺ എറണാകുളം, ഇവാഞ്ചലിസ്റ്റ് തോമസ് മത്തായി ആനിക്കാട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1976 ഞാൻ ആദ്യമായി നാക്കാലിക്കലെ അമ്മച്ചിയെ കാണുന്നത്. മെയ് മാസത്തിൽ എന്റെ മൂത്ത പെങ്ങൾ അമ്മച്ചിയുടെ 2ാമത്തെ മകന്റെ ഭാര്യയായി തീർന്നു. അതിനുശേഷം നാക്കാലിക്കലെ ഭവനവുമായി ഞങ്ങൾക്ക് വളരെ അടുത്ത സ്നേഹ ആത്മീക ബന്ധം ഉണ്ടായിരുന്നുവെന്നും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കി എന്നുള്ളതും വളരെ സ്തോത്രത്തോടെ ഓർക്കുന്നു. എന്റെ പിതാവും നാക്കാലിക്കലെ അപ്പച്ചനും ഉറ്റ സ്നേഹിതരായി തീർന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ അമ്മച്ചിയുമായി കൂട്ടായ്മ ആചരിപ്പാനും അമ്മച്ചിയുടെ സ്നേഹം സ്വീകരിപ്പാനും എനിക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അമ്മച്ചിക്ക് ദൈവം കൊടുത്ത ദീർഘായുസ്സിനായി ദൈവത്തെ സ്തുതിക്കുകയും തന്നോട് കാട്ടിയ വലിയ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. അമ്മച്ചിയുടെ യാത്രയയപ്പ് നൽകുന്ന ഈ സമയത്ത് എന്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വേഗത്തിലിരുന്നു കൊള്ളാം. പഴയ നിയമത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ വളരെ സ്പഷ്ടവും വ്യക്തവുമായ പരാമർശനങ്ങളില്ല, ചൂണ്ടുപലകകൾ കാണാനായിട്ട് സാധിക്കും. 17ാം സങ്കീർത്തനത്തിലെ ഒരു പ്രത്യേക വാക്യശകലം ശ്രദ്ധേയമാണ്. 17ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നീതിയിൽ അവന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ അവന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതിനു മുൻപുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു ലൗകിക മനുഷ്യന്റെ സ്ഥിതിയും ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന കർത്താവിനോട് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കേണമേ എന്ന് പ്രാർത്ഥിച്ച് സംരക്ഷണം ലഭിച്ചിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതാനുഭവങ്ങളും ഒരു ലൗകിക മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ലൗകികന്മാരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നത് അവർ ഈ ലോകത്ത് ധാരാളം സ്വത്തും സമ്പത്തും ഉണ്ടാക്കി തങ്ങളുടെ മക്കൾക്ക് ശേഷിപ്പിച്ചിട്ട് കടന്നുപോകുന്നു. ഭക്തന്റെ പ്രതിവചനം: ഞാനോ ഉണരുമ്പോൾ നീതിയിൽ ദൈവത്തിന്റെ മുഖത്തെ കാണും. പ്രിയ അമ്മച്ചിയെക്കുറിച്ചുള്ള സ്തോത്രത്തോടെ ഏറ്റുപറയാവുന്ന വാക്യമാണല്ലോ ഇത്. സ്വന്തം നീതിയിലല്ല, ദൈവം തന്നെ തന്റെ പുത്രനിൽ കൂടെ ദാനമായി നൽകിയ നീതി അണിഞ്ഞുകൊണ്ട് ഈ ഉറക്കം ഉണരുമ്പോൾ സൃഷ്ടിതാവായ ദൈവത്തിന്റെ സ്നേഹവാനായ കരുതിയ കണ്ണുനീരൊപ്പിയ ദുഃഖത്തിൽ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച നല്ല പിതാവായ ദൈവത്തിന്റെ മുഖം യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ച നീതിയിൽ കാണുവാൻ, അവന്റെ സൗന്ദര്യമുള്ള സാന്നിധ്യവും അവന്റെ സൗന്ദര്യമുള്ള രൂപവും യേശുക്രിസ്തുവിന്റെ തന്നെ രൂപം കണ്ട് തൃപ്തിയടയുവാൻ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ കർത്താവ്, വിശ്വസ്തനായ കർത്താവ് സാധ്യമാക്കി തീർക്കും. അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന്റെ പ്രത്യാശയും സ്ഥിരമായ വിശ്വാസവും. 101 വർഷം അമ്മച്ചി ഭൂമിയിൽ ജീവിച്ചിരുന്നു. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ തന്റെ സാക്ഷ്യം ഇതായിരുന്നു. തന്റെ തലമുറകൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന സാക്ഷ്യവും വിശ്വാസവും ഇതുതന്നെ. ആകയാൽ നീതിയിൽ കർത്താവിന്റെ മുഖം കാണാമെന്നും അവന്റെ രൂപം കണ്ട് തൃപ്തി അടയാവും എന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് അമ്മച്ചിയെ യാത്രയയക്കാം. യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, ആകയാൽ നാമും ജീവിക്കും. അവന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. May the name of the Lord be glorified. Today as we stand here as a family, we are privileged and we consider this day to be blessed because we know the way that Amachi had led her life for the last 101 years. Heaven is a great and blessed hope for each one of us sitting over here.
And even though physically we are in human flesh, we mourn. But as the word reminds us, blessed are those who mourn, for it is God who comforts us. My mind runs back to relationship what I have with Amachi. Because when I know those days in 93, 94, when I came back alone. Any day or any evening when there is a free time, I run back here. That time this house was not there. The old house was only here. And Apachan and Amachi used to be there. And that time I also was staying with my Apachan and Amachi alone. And every evening Apachan wanted to be here with his younger brother here who was here. And every evening it was a duty by 4:35 we had to walk down here, spend 2 hours here and go back. And that they started my relationship with Amachi over here. And it's been a wonderful, long journey for her. It's difficult for us to believe that she's passed away, but our blessed God has given us great hope. And the word which reminds me this morning is, when the cares in Psalm we read, when the cares of the heart are many, your consolations cheer me. That's the thing that we have to say this afternoon time. When we live, we don't live for ourselves. When we die, we don't die for ourselves. Yes, Amachi has lived for the Lord, and she's died for the Lord. And the Lord Jesus Christ has proved the same thing when He was here. And when He is resurrected and He is there waiting for us, Amachi goes there ahead of us, and we will soon see her. And this afternoon time, as we take comfort in our Heavenly Father, we once again thank and praise God for this Amachi and the long generation that she has left back proves that she has led a life that is faithful of her calling. May His name be glorified. എറണാകുളത്തുനിന്ന് തമ്പിച്ചായൻ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പൂച്ചേരി കുടുംബത്തിൽ 9 മക്കളാണ്. 7 പെണ്ണും 2 ആണും. മൂത്ത അമ്മച്ചി, ഒന്നിലെ അമ്മച്ചി 103-ാമത്തെ വയസ്സിലാണ് കടന്നുപോയത്. 103-ാമത്തെ വയസ്സിലാണ് കടന്നുപോയത്. പിന്നുള്ളത് 2 അമ്മാച്ചന്മാരായിരുന്നു. ചാക്കോ എന്ന് പറയും, തോമസ് എന്ന് പറയും. ഞങ്ങൾ വിളിക്കുന്നത് വെല്ലിച്ചാനെന്നും കുട്ടിച്ചാനെന്നും. വെല്ലിച്ചാൻ പോയത് 86-ാമത്തെ വയസ്സിലാണ്. കുട്ടിച്ചാൻ പോയത് 102-ാമത്തെ വയസ്സിലാണ്. 4-ാമത്തെ ആള് അന്നാമ്മയെന്ന് പറയും, എന്റെ മാതാവാണ്. പിന്നെ എന്റെ മാതാവ് കടന്നുപോയത് 87-ാമത്തെ വയസ്സിലാണ്. അതിന്റെ അടുത്തത് കോന്നിയിലെ ഏലിയാമുച്ചമ്മയാണ്. 102-ാമത്തെ വയസ്സിലാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. അടുത്ത ആള് പുത്രായലോച്ചമ്മയാണ്. ഒരു ആക്സിഡന്റിൽ പെട്ടതുകൊണ്ട് കുറച്ച് നേരത്തെ കടന്നുപോയി. 80 ചില്ലാനും വയസ്സുണ്ട്. പിന്നുള്ളത് സാറാമുച്ചമ്മയാണ്. എറണാകുളത്ത് വെച്ചാണ് നിത്യതയിലേക്ക് പ്രവേശിച്ചത് 95-ാമത്തെ വയസ്സിൽ. അടുത്തത് കുഞ്ഞമ്മക്കൊച്ചമ്മ. അവിടെ അടുത്ത് തന്നെയാണല്ലോ വീട്, കുഞ്ഞമ്മക്കൊച്ചമ്മയുടെ വീട്. കുഞ്ഞമ്മക്കൊച്ചമ്മ കടന്നുപോയതും അതുപോലൊക്കെ നല്ല പ്രായമായപ്പോൾ എല്ലാവർക്കും, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും കൊച്ചുകൊച്ചമ്മയാണ് ഇത്. എന്റെ ചെറിയ പ്രായത്തിലെ കൊച്ചുകൊച്ചമ്മയുടെ പഠിത്തം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞാണ് കൊച്ചുകൊച്ചമ്മയുടെ വിവാഹം നടന്നത്. എന്റെ അമ്മ കോട്ടയത്തിനടുത്ത് തോട്ടയ്ക്കാട്ട് അവിടെ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെയാണ് താമസം. ഞാൻ ചെറിയ പയ്യനാണ്, എന്റെ അനുജനില്ല. ഇത് വേണമെന്നില്ല. അവിടെ തോട്ടയ്ക്കാട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ വളരെ കൊച്ചു പയ്യനാണ്. എനിക്ക് 2 വയസ്സേ ഉള്ളൂ. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി കൊച്ചമ്മയെ അമ്മച്ചനോട് താമസിക്കാൻ
തോട്ടക്കാട്ടേക്ക് കൊണ്ടുവന്നു. അന്ന് എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മച്ചിയായിട്ട് എനിക്ക് കരുതുവാനായിട്ടുള്ളത് കൊച്ചുകൊച്ചമ്മയാണ്. 2.5 വയസ്സ് വരെ 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് കൊച്ചുകൊച്ചമ്മയുടെ വിവാഹം നടന്നത്. അതിൻ്റെ ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എൻ്റെ അമ്മ കുമ്പനാട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടി അവിടെ വന്നു. ആ 2.5 വർഷം അവിടെ താമസിച്ചപ്പോഴാണ് എൻ്റെ അനിയന് ജാതനായത്. അതുകൊണ്ട് എന്നെയാണ് മൂത്ത മകനായിട്ട് എപ്പോഴും കരുതിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് സ്നേഹത്തോടുകൂടി ഞാൻ രാത്രിയും പകലും ഒക്കെ എല്ലാം കൊച്ചുകൊച്ചമ്മയുടെ കൂടാണ് കഴിച്ചത് അന്ന്. കാര്യം അമ്മച്ചി സ്കൂളിൽ പോകും, ഞാൻ കൊച്ചുകൊച്ചമ്മയുടെ കൂടെ രാത്രിയിലും കഴിഞ്ഞു കൂട്ടും. ആ സ്നേഹബന്ധം ഇതുവരെയും ജീവിതത്തിൽ ഇന്നോളം പുലർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനും വിവാഹം കഴിഞ്ഞ് ഇടയാറമ്പളയായിരിക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ ഭവനത്തിൽ പോയിട്ടുണ്ട് കൊച്ചുചെറുക്കനായിട്ട്. അത് കഴിഞ്ഞ് കരിയമ്പലാവിലായിരിക്കുമ്പോൾ ഞാൻ പ്രായമായി അവിടെ പലപ്പോഴും അവധിയോടുള്ള ബന്ധത്തിൽ അമ്മയെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ ആ ബന്ധം, സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഇവിടെ വീട് വാങ്ങി ഇവിടെയൊക്കെ വന്നത്. അന്നു മുതൽ ഞാൻ എല്ലാ വർഷവും അവധിക്ക് വരുമ്പോൾ ഇതുവഴി എൻ്റെ സ്വദേശം കുമ്പനാടാണെന്ന് വരും, എറണാകുളത്താണ് താമസിക്കുന്നത്. ഇതുവഴി കുമ്പനാട്ട് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ഇവിടെ കയറി കൊച്ചുകൊച്ചമ്മയെ കണ്ടിട്ടാണ് പോകുന്നത്. ആ സ്നേഹബന്ധം, വളരെ സ്നേഹബന്ധം, എന്നെ മൂത്ത മകനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്ന ആ സ്നേഹബന്ധം പുതുക്കി ഇത്രത്തോളം നടത്തി. 100 വയസ്സിന് ആയപ്പോൾ ഞങ്ങൾ കടന്നു വന്നു, പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ കല്ലിശ്ശേരിക്കൊന്ന് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ കയറി, കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രയാസമാണല്ലോ. ഉറക്കമായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്കാ വന്ന ഉറക്കമായിരുന്നു. ഞാനൊരു അരമണിക്കൂർ വിളിച്ചു, എത്ര വിളിച്ചിട്ടും കണ്ണു തുറന്നില്ല. ഞാൻ 2-3 ചുമനം കൊടുത്തു, പ്രാർത്ഥിച്ച് ഞാൻ എറണാകുളത്തേക്ക് കടന്നുപോയി. ഞാൻ ലാസ്റ്റിൽ കാണുവാനായിട്ട് സഹായിച്ചു. കൊച്ചുകൊച്ചമ്മ മക്കളെ എൻ്റെ സ്വന്തം അനിയന്മാരെ പോലാണ് ഞാൻ കഴിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുക. കർത്താവ് അത്ഭുതകരമായിട്ട് ആ ഉച്ചേരി കുടുംബത്തിലുള്ളവർക്കെല്ലാം നല്ല ആയുസ് നൽകി അവിടുന്ന് നടത്തി. കൊച്ചുകൊച്ചമ്മയ്ക്ക് 101 വയസ്സ് വരെ ആകുവാൻ അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. കർത്താവ് എത്ര നല്ലവനും വല്ലവനും വിശ്വസ്തനുമാണ്. ദുഃഖത്തിലിരിക്കുന്ന മക്കളെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനിയും വീണ്ടും എനിക്കും പ്രായമായി സ്വർഗത്തിൽ ചെന്ന് ഞാൻ കാണാം, അത് സംശയമില്ല. കർത്താവ് എത്ര നല്ലവൻ, അത് രുചിച്ചറിയുവാൻ കൊച്ചുകൊച്ചമ്മയുടെ ചെറിയ പ്രായം മുതൽ അവസാനം വരെയും കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിപ്പാനായിട്ടുള്ള കൃപ നൽകി. ഞങ്ങളുടെ സ്നേഹബന്ധം അന്ന് മുതൽ ഇന്നുവരെ, എൻ്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെയും ആ സ്നേഹബന്ധം പുതുക്കുവാൻ കഴിഞ്ഞു. തുടർന്നും മക്കളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തോമസ് മത്തായി ജോയി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ടാണ് ദൈവം നമുക്കേവർക്കും കൃപ ചെയ്തത്. ഈ ഭവനവുമായിട്ട് എനിക്കുള്ള ബന്ധം ആത്മീയ ബന്ധമാണ്. പ്രിയ മാതാവിന്റെ മകൾ അമ്മുക്കുട്ടി മാമ ആനിക്കാട് ബ്രദറൻ സഭാംഗമാണ്. ആ ബന്ധത്തിലാണ് ഇവിടെ ഇന്ന് എനിക്കും ആനിക്കാട്ടിലുള്ള അനേക പ്രിയപ്പെട്ടവർക്കും കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ നാളുകളിൽ അനേക പ്രാവശ്യം എനിക്ക് ഈ ഭവനത്തിൽ വരുവാനും അമ്മച്ചിയുടെ ക്ഷീണാവസ്ഥയിൽ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദീർഘായുസ്സോടെ കൊടുത്ത ഈ പ്രിയ മാതാവിന്റെ ആത്മീയ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ദീർഘനാളുകൾ ജീവിച്ച മാതാപിതാക്കന്മാരെ കാണുമ്പോൾ എനിക്ക് എന്റെ ഓർമ്മകൾ
പല നിലകളിൽ പുറമോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ വിലയേറിയ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി എത്രമാത്രം വില കൊടുത്താണ് പ്രിയപ്പെട്ടവർ മുൻ നാളുകളിൽ ജീവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. പ്രിയ അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പിറുപിറുപ്പില്ലാതെ പ്രത്യാശയോടുകൂടെ തന്റെ രോഗശൈലിയിലായിരുന്നു എന്നുള്ളത് യേശുക്രിസ്തുവുമായിട്ടുള്ള തന്റെ ദൈവാശ്രയവും സമർപ്പണവും അടുപ്പവും വിളിച്ചറിയിക്കുന്ന വസ്തുതയാണ്. അതിന് കാരണമായി തീർന്നത് അമ്മച്ചി ഒരു വേർപെട്ട ജീവിതം നയിച്ചു എന്നുള്ളതാണ്. മുൻപ് നാം ഓർത്തതുപോലെ കേട്ടതുപോലെ വേർപാട് എന്നുള്ളത് ദുഃഖമാണ്. വേർപാട് ദുഃഖമാണ്. ഏതു പ്രായത്തിലായാലും വേർപാട് ദുഃഖമാണ്. ആട്ടെ, അമ്മച്ചിയോട് നമുക്കിപ്പോൾ ചോദിക്കാം, അമ്മച്ചി വേർപെട്ടു പോയല്ലോ, ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മച്ചിക്ക് പറയുവാൻ കഴിയും, ഇല്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത് അത്യുത്തമമാണ്, അതുകൊണ്ട് വേർപെട്ടു പോയതുകൊണ്ട് ദുഃഖമില്ല എന്ന് അമ്മച്ചിക്ക് പറയുവാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെയെങ്കിൽ ദുഃഖം ആർക്കാണുള്ളത്? വേർപെടാത്തവർക്കാണ് ദുഃഖമുള്ളത്, സംശയമില്ല. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് അമ്മച്ചി വേർപാടുകാരി എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുവാനായിട്ട് തുടങ്ങി നമുക്ക് അറിയാം. അന്നും വേർപെട്ടുവെങ്കിൽ അന്ന് അമ്മച്ചിയോട് ചോദിക്കുക, ദുഃഖമുണ്ടായിരുന്നോ? ഇല്ല, ദുഃഖമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കാണ് ദുഃഖമുണ്ടായിരുന്നത്? എവിടെ നിന്നാണോ വേർപെട്ടത് അവർക്കാണ് ദുഃഖമുണ്ടായിരുന്നത്. ഞാനിതിങ്ങനെ പറയുകയാണ്, ഞാൻ ഒരു പ്രത്യേകമായ വിഭാഗത്തിൽ നിന്ന് വേർപെട്ട് ഈ വിലയേറിയ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. ഈ വിശ്വാസത്തിലേക്ക് വേർപെട്ട് വരുവാൻ കഴിയാത്തവർക്കാണ് ദുഃഖം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ അമ്മച്ചിയുടെ ഈ ചരമ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കൊക്കെയും ഈ അമ്മച്ചിയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഇരിക്കുന്ന അനേവർക്കും ചിന്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇത് ഇരിക്കുകയാണ്. ഒരു വലിയ വൃക്ഷം വെട്ടിയിട്ട് നോക്കുമ്പോൾ മാത്രമാണ് അതിന്റെ കാതൽ എത്രയാണെന്ന് വ്യക്തമായി അളക്കുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 100 വർഷങ്ങൾ ജീവിച്ചിരുന്ന ദൈവഭക്തയായ ഒരു വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കാതൽ ഓരോന്നോരോന്ന് അളക്കുമ്പോൾ അതിൽ പൊള്ളയൊന്നുമില്ല, ചെതലൊന്നുമില്ല, വെള്ളയൊന്നുമില്ല, നല്ല ആത്മീയ കാതലുള്ള ഒരു മാതാവായിരുന്നു. ഒരു വേർപെട്ട നല്ല വിസ്തീയ ജീവിതം നയിച്ചു. വേര് വിശുദ്ധമായതുകൊണ്ട് കൊമ്പുകളെല്ലാം അങ്ങനെ തന്നെ എന്ന് കാണുവാനും ഇടയായി. ആ മാതൃകയുള്ള ജീവിതത്തിൽ ശേഷിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്തുടർന്നുകൊണ്ട് പ്രത്യാശയോടുകൂടെ ദൈവമക്കളാൽ നമുക്കും ജീവിക്കാം. അല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഈ വലിയൊരു വിശ്വാസത്തിലേക്ക് വരുവാൻ തീരുമാനമെടുക്കുന്ന സന്ദർഭമായി ഈ സമയങ്ങളുമായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മച്ചി കൊച്ചു വടക്കേടത്ത് കുടുംബത്തിലെ അംഗമാണ്. ആ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ബ്രദർ പി ജോൺ റീത്ത് സമർപ്പിക്കുന്നതും സക്കറിയ ഫിലിപ്പ് 2 മിനിറ്റ് അനുസ്മരണം പറയുന്നതുമായിരിക്കും. കർത്താവിൽ പ്രിയരെ, ദുഃഖിതരായ കുടുംബാംഗങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഓരോ മരണവും നമ്മളെ വിളിച്ചറിയിക്കേണ്ടത് യഥാർത്ഥമായ കാര്യങ്ങളിലേക്കാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം സാവകാശം തരുന്നു. കർത്താവ് നമ്മുടെ സമയവും കാലങ്ങളൊക്കെയും കർത്താവിന്റെ കരങ്ങളിലാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമുക്ക് ലംഘിച്ചുകൂടാത്തൊരു അതിർ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാസങ്ങളുടെ എണ്ണം അവന്റെ പക്കലാകും. അതുപോലെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരുടെ രക്തങ്ങളിൽ നിന്ന് ഒരു വിശ്രമിക്കേണ്ടതാകുന്നു. ആ കാരണം കൊണ്ട് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് അവർ കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയിൽ വീണ്ടും കാണാമെന്നുള്ളതാണ് ഞങ്ങൾ ആശിക്കുന്നത്. ദുഃഖിക്കുന്നവരായ നമ്മൾ കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചവർ അക്ഷയം എതിർക്കുമ്പോൾ തമ്മിൽ കാണുന്ന പ്രത്യാശയിൽ അന്ന് സന്തോഷിപ്പാനായിട്ടിടയാകും. ഞാനിവിടെ നിൽക്കുന്നത് കൊച്ചുവടക്കെടുത്ത് കുടുംബത്തെ പ്രതിനിധീകരിച്ചാണ്. ഇപ്പോൾ ഞങ്ങളെ ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയമാതാവിന് അതിന് സൂചകമായിട്ട് ഇപ്പോൾ പ്രസിഡന്റ് പി ജോൺ റീത്തെ സമർപ്പിക്കുന്നതാണ്. ഇനിയുള്ളവര് അനുസ്മരണത്തിന് 2 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. മറ്റ് ശുശ്രൂഷകൾക്ക് പോകുവാൻ ധൃതിയുള്ള പല സഹോദരന്മാരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം സഹകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇനി ഞാൻ ചില പേരുകൾ കൂടെ വായിക്കാം. ബ്രദർ KV ജോൺ, അലക്സ് ജേക്കബ് എറണാകുളം, സജി പാലക്കാട് കാനഡയിൽ, മോൻസി കരിയമ്പ്ലാവ്.
ബ്രദർ കെ വി ജോൺ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ കുഞ്ഞോൻ സഹോദരൻ എന്നോട് പ്രത്യേക കാര്യം പറയുണ്ടായി. അസംബ്ലിയെ പ്രതിനിധീകരിച്ച് അല്പം സംസാരിക്കണം, അതോടൊപ്പം വചനത്തിൽ നിന്നും അല്പം സംസാരിച്ചാൽ കൊള്ളാം, സഹോദരൻ 7 മിനിറ്റ് വരെ എടുക്കാം എന്നോട് പറയുണ്ടായി. എന്തായാലും ഞാൻ അത്രയും സമയം എടുക്കുകയില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം പ്രമാണിച്ച് അനുസ്മരണമായിട്ട് ചില വാക്കുകൾ പറഞ്ഞതിന് ശേഷം വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭവനത്തിൽ എന്താ ഇത്രയും ആളുകൾ എന്നാരെങ്കിലും ചോദിച്ചാൽ മറുപടി പെട്ടെന്നുണ്ട്. ഇവിടെ ഒരു മരണം സംഭവിച്ചു. മരണം സംഭവിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും പേർ ഇവിടെ വന്നത്. മരിച്ചു കിടക്കുന്ന ഈ മാതാവ് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മാതാവാണ്. എന്റെ ഭാര്യയുടെ അമ്മാച്ചന്റെ ഭാര്യയുടെ ഏറ്റവും ഇളയ സഹോദരിയാണ്. നേരത്തെ പ്രിയ അച്ചായൻ സൂചിപ്പിച്ചതുപോലെ ഏലിയാമ്മ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഈ ഭവനത്തിലെ ഏറ്റവും മൂത്ത അമ്മച്ചിയാണ്. ഏറ്റവും ഇളയ അമ്മച്ചിയായിരുന്നു അമ്മച്ചിയാണ് ഈ അമ്മച്ചി. അങ്ങനെ ഈ ഞങ്ങളുടെ അമ്മായിയുടെ ഈ മരണ ശുശ്രൂഷയിൽ അമ്മായിയുടെ അനിയത്തിയാണെങ്കിൽ ഞാനങ്ങനെ പറയട്ടെ, സംബന്ധിപ്പാൻ തക്കവണ്ണം എനിക്കും കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചി വളരെ പ്രത്യാശയോടുകൂടി കടന്നുപോയി. അതോർത്ത് നമുക്ക് സ്തുതിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ മരണം എന്നുള്ള വാക്കിലേക്ക് ഞാൻ കടന്നു വരികയാണ്. കാരണം മരണം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. മാത്രമല്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഏറ്റവും പറ്റിയ ഒരവസരമാണിത്. നമ്മുടെ മിക്കവരുടെയും കയ്യിൽ വേദപുസ്തകമുണ്ട്. ലോകത്തനേക ഗ്രന്ഥങ്ങളുള്ളതിൽ ജനനം മരണം എന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന മറ്റൊരു പുസ്തകം ലോകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ 9 മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനിപ്പിച്ചു, മരിച്ചു, 9 പേരുകൾ. അതിനുശേഷം ആ അധ്യായം അവസാനിക്കുന്നത് നോഹ എന്ന വാക്കോടുകൂടിയാണ്. വേദപുസ്തകത്തില് പേരുകൾക്ക് അർത്ഥമുണ്ട്. ആദാം എന്ന പേരിന് മനുഷ്യൻ എന്നാണ്. തുടർന്നുള്ള ആ പേരുകളെല്ലാം കൂടെ കൂടിച്ചേർത്ത് വായിച്ചാൽ ഇങ്ങനെ നമുക്ക് ആശയം കിട്ടും. ആദാം ആയ മനുഷ്യൻ മരണത്തിന് വിധേയനാക്കിയാൽ ദുഃഖപൂർണനാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, മേലിൽ നിന്ന് ഒരുവൻ താഴേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മരണത്താൽ എളിയവർക്ക് വിശ്രമം കൊണ്ടുവന്നു. നോഹ എന്ന വാക്കിന്റെ അർത്ഥം വിശ്രമം എന്നാണ്. ഈ അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അമ്മച്ചി ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷെ ആ വിശ്രമം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മേലിൽ നിന്ന് വന്ന ഏക വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇനിയും നമ്മൾ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അവസാനമല്ല 22 വരെ ഉണ്ട്. അവിടെയും മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ 2 മരണത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധ